കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇത്തരം സമ്മാനങ്ങളൊന്നും അല്ല ആവശ്യം, ഒരു കുഞ്ഞ. ഈ ജന്മം നിനക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാടി നീ ഓരോരോ സമ്മാനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്കൊരു നഷ്ടവും ഇല്ല. മഞ്ജുവും കുറെ സമ്മാനങ്ങൾ വെച്ച് നീട്ടിയായിരുന്നു. എനിക്കെന്തിനാ അതൊക്കെ? ഇനി എനിക്കായിട്ട് സമ്മാനങ്ങളൊന്നും വേണ്ട. ഇനി അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടാൻ പോകുന്നതേ എന്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. അത് നല്ല കാര്യമല്ലേ? അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞൊരു ദിവസം ഈ മരുന്നെല്ലാം കുടിച്ചിട്ട് അത് അതുപോലെ വെളിയിൽ കളഞ്ഞു നിന്റെ എല്ലാമായ കണ്ണേട്ടൻ. എന്നിട്ട് വീണ്ടും അത് തന്നെ കലക്കുക ഈ വീട് വൃത്തിയേടാക്കാൻ. ഞാൻ നിന്നോട് ഒരു വഴക്കിനും വരുന്നില്ലല്ലോ കരണേ. പിന്നെ നീ എന്തിനാ ഏതു നേരം എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ? പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്ന എന്തുകൊണ്ടാ? വീട് വൃത്തിയേടാവുന്നുണ്ടെങ്കിലേ അത് വൃത്തിയാക്കാൻ എനിക്കറിയാം, അല്ലാതെ നീ വീട് അടിച്ചു തുടയ്ക്കാറില്ലല്ലോ. വീട് വൃത്തിയാക്കുന്ന നീയെ ആദ്യം നിന്റെ മനസ്സ് ശുദ്ധമാക്കണം. അത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളതും. നീ ആദ്യം നിന്റെ മനസ്സ് നന്നാക്കാൻ നോക്ക.